ബുക്ക് കിട്ടിട്ടോ. സ്കൂളിന്റെ ബുക്ക് കിട്ടി. യെസ് ഫ്രണ്ട്സ്, ദിയമോളെ ബുക്ക് കിട്ടിയിരിക്കുന്നു. 3ാം ക്ലാസ്സിലെ 3rd സ്റ്റാൻഡേർഡ്. ഇന്ന് മുതൽ ദിയമോൾ പൊരിഞ്ഞ പഠിത്തം ആണോ? ഇനി എന്താ നമ്മളടുത്ത പരിപാടി? ഷോപ്പിങ്ങിന് പോകണം. സ്കൂൾ ഷോപ്പിംഗ്. സ്കൂൾ ഷോപ്പിങ്ങിന് പോകണം. നന്നാണോ? ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ സ്കൂളിലാണ് ഉള്ളത്. ഞാനും ദിയമോളും സ്കൂളിലാണ്. പക്ഷെ എനിക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ. ദിയമോളുടെ ബുക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ് സ്കൂളിലേക്ക്. അപ്പോൾ എൻ്റെ ക്ലാസ് കഴിഞ്ഞു. 12:30 സമയം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആയിരിക്കും, നമ്മുടെ മെയിൻ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളെ സ്കൂള് വിട്ട് എല്ലാവരും പോയി. ഞാൻ മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ. നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാം, സൂപ്പർ മാർക്കറ്റ്. ഫുഡ് കഴിച്ചിട്ട് പോകണോ അതോ ഫുഡ് അവിടെ കയറി കഴിഞ്ഞാൽ കുറച്ച് കഴിയാറങ്ങാം? ഇപ്പൊ എത്ര സമയം? 12:30. ദിയമോള് വീട്ടിൽ നിന്ന് വന്നോണ്ടേ ദിയമോൾക്ക് പിന്നെ ഒന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ദേവ് ഇത്രയും നേരം സ്കൂളിൽ ദേവ് 7 മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്നതാണ്. ഇപ്പൊ 12:30 ആയി സമയം. സ്നാക്ക് വാങ്ങി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇവിടെ ഷോപ്പിങ്ങിന് വന്ന കടയിലെ തൊട്ടടുത്തൊരു കട ഉണ്ട്. അപ്പോൾ അവിടെ വന്നാൽ മുമ്പ് വന്നിട്ടുണ്ട്. ബിരിയാണി സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. ഹെലികോപ്റ്ററിന്റെ മിഷൻ ഇമ്പോസിബിൾ വന്നു, ടോം ക്രൂസിന്റെ. ഞാൻ ഇന്നലെ കാണിച്ചില്ല, ജമ്പ് ചെയ്യുന്നൊരു സാധനം കാണിച്ചിരുന്നില്ല എനിക്ക് വീഡിയോ. ഒന്നല്ല ഇറങ്ങി. വേറെ ദിലീപിന്റെ സിനിമ നമ്മൾ കണ്ടില്ലല്ലോ. അത് കണ്ടിട്ടില്ല. ഫ്രണ്ട്സ്, ദിയമോള് പിന്നെ സ്കൂൾ ഷോപ്പിങ്ങിന്റെ എക്സൈറ്റ്മെന്റിലാണ്. ആണോ? വാ തുറന്ന് വർത്താനം ലിപ്സ്റ്റിക് ഇട്ടുണ്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ വർത്താനം പറയാൻ നിൽക്കണ്ട. ശരിക്കും വർത്താനം പറയാം. സൂപ്പർ മാർക്കറ്റ് പോണേ. ഇതാണല്ലേ ആ കുഞ്ഞിക്കട. പണ്ട് പറയായിരുന്നു ഈ തടി വെച്ചിട്ട് വേണം ഡയറ്റ് ചെയ്യാന്. ആ വാക്ക് ഞാൻ തിരിച്ചെടുത്തോളൂ. പിന്നെ അതെ, ഇൻസ്റ്റഗ്രാമിലൊക്കെ കമന്റിലൊക്കെ ഉണ്ട് എക്സ്പ്രഷൻ ക്യൂൻ ബബ്ലി ക്യൂൻ ആയല്ലോ. ഒരു ഇൻഫ്ലുവൻസർ എപ്പോഴും സ്വന്തം ശരീരം കാത്തു സൂക്ഷിക്കണം, അധികം കഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിമുളന്ന് ഇൻഫ്ലുവൻസർ ആവാത്തത്. പിന്നെന്താ പറയാ, ശരീരം നോക്കണം നല്ലതാണ്, തടീന്റെ മാത്രമല്ല. ഇതൊക്കെ എന്ത് തടിയൊക്കെ എനിക്ക്. പിന്നെ വേറെ ഏതോ ഒരു ഫോട്ടോയിലും നീ നല്ല തടി. ഇക്കൊല്ലം ദേവ് പഠിത്തത്തിന്റെ സ്ട്രെങ്ത് കൊണ്ട് തടി കുറയുന്ന വിചാരിക്കുന്നത് അല്ലേ? ഫ്രണ്ട്സ്, ഞങ്ങളല്ല ഞാൻ ചെറുപ്പം മുതൽ സിനിമ കാണാൻ ആയ കാലം മുതലേ ഇവിടെ നിന്ന് സിനിമ കാണും. ഫെർണാണ്ടിൽ വരും. പഠിക്കുന്ന സമയം മുതലേ ഇവിടെ വരും. ക്ലാസ് കട്ട് ചെയ്തൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് സിനിമ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. നരസിംഹ പടമല്ല, അവിടെ കീർത്തി എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കുറേ സിനിമ കണ്ടിട്ടുണ്ട്. നമ്മളുടെ ചന്ദ്രലേഖ കൂടുന്ന കണ്ടെന്ന് തോന്നുന്നു. കാക്കക്കുയില് കുറേ സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇവിടുന്ന് കാണുന്ന പടം ദ കിങ് എന്ന് പറഞ്ഞ മമ്മൂട്ടിന്റെ പടം. അത് അമ്മാലൂടെ അങ്ങനെ അറിയൂടെ. അത് ഞാൻ സ്ഥിരം സിനിമേന്റെ ആളായതുകൊണ്ട് ഇവരെയും കൊണ്ട് പോകുമ്പോ അങ്ങനെ അവര് കാണുന്നുള്ളൂ. ഫ്രണ്ട്സ്, അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാനവിടെ എഴുതി വായിച്ചേ, പീപ്പിൾ ഹു ലൈക്ക് ടു ഈറ്റ് ആർ ഓൾവേസ് ബെസ്റ്റ് പീപ്പിൾ. സ്കൂൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ദിയമോള് സംതിങ് നോക്കാൻ പോയിട്ടുണ്ട്. ഒത്തിരി സാധനങ്ങളുണ്ടല്ലേ. വാട്ടർ ബോട്ടിലൊക്കെ. ഞാനൊരു ബുക്ക് വാങ്ങാൻ വന്നിട്ട് എനിക്ക് മറ്റേ ക്ലാസ്മേറ്റിന്റെ ബുക്ക് കിട്ടിയില്ല. പേപ്പർ ഗ്രിഡിന്റെ ബുക്ക് നൽകാനേ ഞാൻ വാങ്ങി പോകുന്നു. അത് പക്ഷെ സ്കൂൾ അടയ്ക്കുന്ന ടൈമല്ലേ, തുറക്കുന്ന ടൈമല്ലേ. എന്തായാലും നമുക്ക് തുടങ്ങാം. ബ്ലാക്ക് രസം ഇഷ്ടമായോ?
കുറവാണ് കേട്ടോ. അല്ലെങ്കിൽ റെഡ് മതി, റെഡിന് കുറച്ച് വലുപ്പുണ്ട്. നല്ലൊരു ചെളിയാവും, പെട്ടെന്ന് ഇവിടേക്ക് ചെളിയാവും. ഇപ്പൊ തന്നെ കണ്ടോ ഒരു ചെളി? ആ ഇവിടെ മാത്രല്ല സിബ്. അല്ലെങ്കിൽ ആ റെഡ് മതി. അത് കണ്ടോ ഒരു ബ്ലൂ ഒരു പിങ്കും ഇതൊക്കെ വരെയൊക്കെ വരുന്നത്. ആ എന്നാ ഇതെടുക്കാം, ഇത് വാങ്ങിച്ചോ. ഇത് 2 3 എടുത്തോ. ബ്ലൂ കളറാ? ആ വലുതെടുക്കണോ? ആ 2 എടുക്കണതിന് പകരം അത്ര സിബ് എനിക്ക് മതി. വീതി കുറവാ. വീതി കുറവാ, ബുക്കൊക്കെ വേഗം കേട് വരും. ആണോ? ഇല്ലാത്തത് ഇല്ലാത്താണോ? റൂൾഡ് ആണല്ലേ പറഞ്ഞത്. അത് മെസ്സേജ് നോക്കാം. അത് കുറച്ച് കട്ടിലെടുത്തോ. ഇങ്ങനത്തെ ഒരു ബാഗ് രണ്ടെണ്ണമാണല്ലോ ഇതിന്റെ. ഇത് കുറച്ചുകൂടെ കട്ടിലുള്ളതല്ലേ? ഇത് ഇത്ര കട്ടിയുള്ളൂ, ഇത് ചെറുതാണ്. ഇതാണ് ഇഷ്ടമായോ? എനിക്കും ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തോളത്ത് നിന്നിട്ട് അതുണ്ടല്ലോ നമുക്ക് ബാഗിലേക്ക് ബാഗൊന്നും വേണ്ട. ഗ്ലാസ് ഇവിടെ വരുമ്പോ നമുക്ക് കുറെ ബാഗ് ഇഷ്ടമായിട്ടുണ്ട്. പൗച്ച് ഇട്ടിട്ടില്ല കേട്ടോ, പൗച്ച് കൊടുക്കാം. പൗച്ച് അത് കാണുന്നുള്ളൂ, ട്രാൻസ്പെറന്റ് വേണ്ടത്. ഇതോ ഇതില് കുറച്ച് ഇതെങ്ങനെയുണ്ട് ദേവ് എടുത്തത്? അത് കാണിച്ചു ദേവ്. വലിയൊരു പിക്കിനുണ്ട്. ഇത് മതിയോ? ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് എന്താ അറിയോ, ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ ചെറിയ ബാഗ്, പിന്നെ അങ്ങനെ വലുതായി പിന്നെ വലിയ ബാഗ് ആവുന്ന ഞാൻ ഫസ്റ്റ് വിചാരിച്ചത്. പക്ഷെ എങ്ങനെ അറിയോ, ചെറിയ കുട്ടികൾ കുറച്ചുകൂടെ വലിയ ബാഗ് ഉപയോഗിക്കുക. പിന്നെ അങ്ങനെ എത്തുമ്പോൾ +2 എത്തുമ്പോൾ ബാഗിന് വലിപ്പം കുറഞ്ഞു വരും. പിന്നെ ഒരു സൈഡ് ബാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ബുക്ക് മാത്രമായിരിക്കും, ബാഗ് ഉണ്ടാവില്ല. ലഞ്ച് വാട്ടർ ഒന്നും ഒരു കൊണ്ടുവരില്ല. ഫ്രണ്ട്സ് നമുക്കിനി സ്കൂൾ ബസ്സിൽ പോയി നോക്കാം. നമ്മള് ഇത്രയും ബുക്ക് വാങ്ങിച്ചു. എനിക്കിത് വേണം, സിഗ്മ സ്റ്റിക്കേഴ്സ്. ഇതൊക്കെ ജസ്റ്റ് ബി എ ക്വീൻ. ഇതൊക്കെ ജസ്റ്റ് ബി എ ക്വീൻ, ഓസം, ട്രസ്റ്റ് നോമൺ, സ്റ്റേ റിയൽ, പ്രൗഡ് ഓഫ് യു. പണ്ട് ദേവു മറ്റേ പേപ്പറിൽ എഴുതിയിട്ട് ഒട്ടിച്ചു. അതെ ബോക്സ് എങ്ങനത്തെ? നല്ല ദിയമോളെ, ഇത് കളിക്കാനാണോ വാങ്ങുന്നത് അതോ വെള്ളം കുടിക്കാനാണോ വാങ്ങണേ? ഇത് വെള്ളം എങ്ങനെയാ ചെയ്യാ? വെള്ളം ട്രെൻഡിങ്. അതുകൊണ്ടെന്ന് വെച്ചം. ആ അതെ, ചൂടുവെള്ളം ഒന്നും ഇതിൽ കണ്ടോ? ഇത് എന്താ പറയാ, ഇങ്ങനത്തെ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കി പറ്റുന്നുണ്ട്. നോർമൽ സ്റ്റീലാണ്. നോക്കട്ടെ, 350 രൂപയാണ്. ഫ്രണ്ട്സ്, അപ്പം ഇനി നമുക്ക് പെൻസിൽ വാങ്ങാം. ദിയമോക്ക് ഇനി പെൻസിലാണോ പെന്നാണോ വേണ്ടേ? ആണോ? പെന്ന് അടുത്ത പ്രാവശ്യം കഴിയും. മറ്റേത് ഡാർക്ക്നെസ് കുറച്ച് കൂടുതലാണ്, മായ്ക്കുമ്പോൾ കട്ടി അവിടെ വരും. ഇത് കുഴപ്പമില്ല, ഇത് നല്ലതാണ്. ഞാൻ ഇതാ യൂസ് ചെയ്യണം. ആണോ? എറേസർ ദിയമോളെ കാര്യം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ 2 ദിവസമുള്ള ഒരു എറേസർ ഉപയോഗിക്കുള്ളൂ. പിന്നെ അത് മിസ്സാവണതാണ്, ക്ലാസ്സിൽ മിസ്സായി പോകുന്നതാണ്. നമുക്ക് ലഞ്ച് ബോക്സ് വാങ്ങുമ്പോൾ സ്റ്റീലിൻ്റെ വാങ്ങിച്ചാൽ മതി, ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ മേടിക്കണ്ട.
എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. കാരണം ഇതിന്റെ ഈ റബ്ബറിന്റെ അടിയിലൊക്കെ അതായത് എണ്ണ മെഴുക്കും. ഇതെനിക്ക് മതി ഫ്രണ്ട്സ്. അപ്പം ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മൾ ആദ്യമായിട്ടാണ് ജാംജൂമിന്റെ ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് ഇത്രയും മാത്രം സാധനങ്ങൾ വാങ്ങിപ്പോണം. മറ്റേത് ഒരു കൊട്ട മറിച്ചുണ്ടാവുകയും ആ ബാഗ് എന്റെയാണ്. ആ ബാഗ് എന്റെ ഓൾഡ് ബാഗാണ്, കൊണ്ടുവന്ന ബാഗാണ്. ഞാൻ ഉണ്ടല്ലോ അമ്മ 10ാം ക്ലാസ്സിൽ പിള്ളേവണ്ണ ഇട്ട് പോവാലോ. പിള്ളേവണ്ണ ഇട്ട് പോകുമ്പം ഞാൻ ടീച്ചർമാർക്ക് പെന്ന് വാങ്ങിക്കൊടുക്കും. എന്ന് വെച്ചാൽ സാധാ പെന്നല്ല, റെഡിന്റെ മറ്റേ നല്ലോണം എഴുതാൻ പറ്റുന്നില്ലേ പെന്നില്ലേ, അത് ഞാൻ ടീച്ചേഴ്സിന്. ദിയമോള് പറഞ്ഞത് ദിയമോളുടെ ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പാണ് വെക്കണ്ടേന്ന് പറഞ്ഞു. അപ്പൊ അത് ഇനി ഓർഡർ ചെയ്ത് വരുമ്പോഴേക്കും. ഫേവറേറ്റ് പെറ്റ് ഏതാണെന്നറിയാം. ഇതും 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 ഇതുമാണ് എൻ്റെ ഫേവറേറ്റ് പെറ്റ്. അല്ല അത് വാങ്ങിയോ? ഗായ്സ്, പുതിയ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയ കുഞ്ഞ് സ്റ്റാപ്ലർ ഇറങ്ങി. ഇത്ര ചെറുത്. അതെന്താ അറിയോ, സ്കൂളിൽ നിന്ന് ചിലപ്പോൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാനുള്ളവർക്കൊക്കെ പറ്റിയതായിരിക്കും. ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട് ഈ മിററിനെ പറ്റി. ഇതുണ്ടല്ലോ കോൺകേവ് മിററാണ് കേട്ടോ. കോൺകേവ് മിറർ നമ്മളെ സൂമായിട്ട് കാണിക്കും. എന്നുവെച്ചാൽ സൂമായിട്ട് കാണിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇതെന്താന്ന് വെച്ചാൽ റബ്ബറാണ്. ഇതിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ വരും. പിന്നെ പുറകേക്ക് ആക്കണമെങ്കിൽ ഇങ്ങനെ നെറ്റി പിടിച്ചിട്ട് പുറകോട്ടാക്കിയാൽ മതി. പിന്നെ ബോട്ടിൽ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെയും ആക്കാൻ പറ്റും. പിന്നെ ഇത് കട്ടും ഈ സ്കെയിലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഫേവറേറ്റ് കളറാണ് പർപ്പിൾ. എനിക്ക് ഇവരുടെ ഫാനാണ് കേട്ടോ ഞാന്. ഇത് എനിക്കറിയില്ല, പേരൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ഇവരുടെ ചില വീഡിയോസ് ഒക്കെ കാണും. എന്റെ ബാഗിലുണ്ട് കേട്ടോ. ഇത് കുലോമിയാണ്. കുലോമിയാണ്. ബോക്സസ് ഗൈസ്. ഗണ്ണിന്റെ കോഴ്സ് ഒക്കെ ഉണ്ട്. സ്കൂളിലത്തെ ഒരു ആൾക്കുണ്ടല്ലോ ആണാണ്. ബോക്സ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വാങ്ങാം. ഫ്രണ്ട്സ്, ഞാൻ ഈ പൗച്ചാണ് വാങ്ങുന്നത്. ബോക്സിന് വേണം പിന്നെ നോക്കാം അല്ലേ. തൽക്കാലം പൗച്ച് തന്നെ കൊണ്ടുപോകാം. ഞാൻ ഈ ബാഗ് വാങ്ങാണ് ഗൈസ്. ഇതന്നെ നമ്മൾ ആദ്യം കണ്ടത് അല്ലേ. വേറെ കിട്ടിയില്ല, അപ്പൊ തന്നെ വാങ്ങാൻ രസമുണ്ടല്ലേ. നല്ല ബാഗാണ് ഇത്. നമുക്ക് ഇഷ്ടപ്പെട്ടതാ. ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങളത് മാറ്റി ഇതാക്കി. പിന്നെ പൗച്ച് അതിന്റെ ഹാൻഡിലിന്റെ പ്രശ്നമായിരുന്നു. മറ്റേത് ഹാൻഡിൽ കുറച്ച് കട്ടിയാണ്. എൻ്റെ കൈ എന്തോ മാതിരിയാവും, ഷോൾഡർ എന്തോ മാതിരിയാവും. അപ്പോൾ ഈ ബാഗ് എടുത്ത്. ഈ ബാഗാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കുറച്ച് ഇതാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ്. എന്തെങ്കിലും ബാക്കി നോട്ട് ബുക്കായി, പിന്നെ അതൊക്കെ പെൻസിലായി, ബ്ലൂ ബോയ്. വാട്ടർ ബോട്ടിൽ അത് നല്ലതല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകില്ല. അറിയിക്കും. അവൾക്കത് ഹാൻഡിലില്ലേ ഇവിടെ ഇടണേ, അത് ഭയങ്കര കട്ടിയാണ് പറഞ്ഞതിന്റെ. അപ്പൊ ഇത് മനസ്സിലായി. ഇതെന്റെ 8ാം ക്ലാസ് മോഡല്. ഇത് ചെറുതല്ലേ? ചെറുതാണോ? അത് വലിപ്പുണ്ടല്ലേ? വെച്ച് നോക്കി. അടി കുറച്ചൊക്കെ താഴെ ഉണ്ട്. ഇനി ഞങ്ങൾ താഴത്തേക്ക് പോവാണ് ഫ്രണ്ട്സ്. അമ്മ എന്നെ കൊണ്ട് ഇതപ്പോൾ താഴത്തേക്ക് പോണ്. ഞാൻ നേരത്തെ വെള്ളം വാങ്ങാനും വേണ്ടി അമ്മേനോട് താഴത്തേക്ക് പോകണം. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോ, വെള്ളം വാങ്ങിയിട്ട് പോര് പറഞ്ഞിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് താഴത്തേക്ക് പോയാലോ പറഞ്ഞു. അവിടെയാണ് ഫാൻസി ഐറ്റംസ് ഒക്കെ.
എന്തൊക്കെയാണ് വേണ്ടത്. ഒരു ഇൻഫ്ലുവൻസറിൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് വേണ്ടത്. ഒരു ലിപ് ലൈനർ എൻ്റെ വീട്ടിലും പറഞ്ഞത് ലിപ്സ്റ്റിക് ഉണ്ട്, ലിപ് ലൈനർ ഇല്ല. അതൊരു ലിപ്സ്റ്റിക്ക് പറയുന്നത് ലിപ്സ്റ്റിക്ക് പിന്നെ അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഒരു കൺസീലറോ ഒരു ടോണറോ അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾ വീട്ടിൽ വാങ്ങൂല ഫ്രണ്ട്സ്. എനിക്ക് സ്കൂൾ ഐറ്റംസ്, സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസ് കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് അല്ലാത്ത ഐറ്റംസാണ് കൈസ് ഏറ്റവും ഇഷ്ടം. ഞാൻ ഫേസ് വാഷ് രണ്ടര വാങ്ങി, പിന്നെ ഒരു ചീപ്പ് വാങ്ങി, പിന്നെ മറ്റേ ഐബ്രോ പെൻസിൽ ഐബ്രോ പെൻസിൽ അത് വാങ്ങി. ഫ്രണ്ട്സ്, ഞാൻ പണ്ട് മറ്റേ നമ്മളെ സാധാരണ ടി വിയിൽ പരസ്യം വരുന്നു ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ് പക്ഷെ നമ്മളിതുവരെ വാങ്ങിയിട്ടുള്ളത്. നമുക്ക് വലിയ കൊതുകിന്റെ ശല്യമില്ലല്ലോ. ആ സന്ധ്യ ആകുമ്പോഴുള്ള കൊതുകിന്റെ ശല്യമുള്ളൂ. ഒരു പാറ്റ ഗുളിക വാങ്ങിയേക്കാം. ഞങ്ങൾ കുഴങ്ങി, പ്രത്യേകിച്ച് ഞാൻ ഉറക്കം വരുന്നുണ്ട്, കാലും വേദന. അയ്യോ, പർച്ചേസ് ചെയ്യും. നറുക്കുടുപ്പ് കൂടെ നേടാൻ കൈ നിറയെ സമ്മാനം. 5 കൂപ്പൺ എഴുതിയിട്ടുണ്ട്. 5 ഇടാണ് ഫസ്റ്റ് പ്രൈസ്. ഡൺ. ഇതിലൊന്നും കിട്ടാൻ മതി. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. എന്നാലും പേരുന്നേക്കില്ല കുടുംബം പറയുമ്പോൾ പ്രത്യേക സന്തോഷമേ. ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം എനിക്ക് വാങ്ങാൻ താല്പര്യമില്ല. എനിക്ക് ഞാൻ അധികം ഒന്നും വാങ്ങിയില്ല. എനിക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം പുതിയ വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.